പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ലൂക്കോസിൻ്റെ 5-ാം അധ്യായം 12-13 ഒന്ന് വായിച്ച്. അവൻ ഒരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ടു കവിണ്ണു വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നവനോട് അപേക്ഷിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ ഇവിടെ ഒരു മനുഷ്യനുണ്ട്. ആളൊരു കുഷ്ഠരോഗിയാണ്. ആള് അറിഞ്ഞു യേശു ഇവിടെ ഉണ്ട്, ഈ പട്ടണത്തിൽ യേശു വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഈ വ്യക്തി യേശുവിനെ കാണാൻ വരിക. അപ്പം ഈ വ്യക്തി യേശുവിനെ കാണാൻ വരുന്ന സമയത്ത് ആള് ഭയങ്കര ധൈര്യത്തോടെ അല്ലെങ്കിൽ പിന്നെ പേടിച്ചിട്ട് എന്താണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ആള് ആ പട്ടണത്തിൽ വരുന്നത്. ഈ കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ ഈ കുഷ്ഠരോഗിക്ക് അവിടെ വരാൻ പറ്റത്തില്ല. ആ പട്ടണത്തിൽ ആ സിറ്റിയിലോ അല്ലെങ്കിൽ ആ ഗ്രാമത്തിലോ ഈ കുഷ്ഠരോഗിക്ക് ആർക്കും വരാൻ പറ്റത്തില്ല. ഇവർ പബ്ലിക് അല്ലെങ്കിൽ ആൾക്കാർ താമസിക്കുന്ന അടുത്തോ ആൾക്കാർ നിൽക്കുന്ന അടുത്തോ അവരുടെ ആരുടെ അടുത്തോട്ടും ഇവർക്ക് വരാൻ പറ്റത്തില്ല. പക്ഷേ ഈ കുഷ്ഠരോഗി അറിഞ്ഞു യേശു ഇവിടെ ഉണ്ട്. അപ്പം ആള് ഒന്നും നോക്കിയില്ല, ആള് പേടിക്കാനും പോയില്ല. ഉള്ള ധൈര്യം വെച്ചിട്ട് ആള് യേശുവിടെ അടുത്തോട്ട് വന്നു. യേശുവിടെ അടുത്തോട്ട് വന്നിട്ട് യേശുവിനെ കണ്ട് അങ്ങ് വീണിട്ട് യേശുവിനോട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധം ആക്കുക. അപ്പം ഈ വ്യക്തി യേശുവിനോട് പറയുന്നു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുക. അപ്പം ഈ വ്യക്തി ആ വിശ്വാസത്തോടെ വരിക. കാരണം പബ്ലിക് ഇവനെ കണ്ട ഇവനെ കല്ലെറിയും, ഇവനെ കൊല്ലാൻ നോക്കും, കല്ലെറിഞ്ഞിട്ട് ഓടിക്കാൻ നോക്കും, ഇവരെ അടിക്കാൻ നോക്കും. അപ്പം ഭയങ്കര റിസ്ക്കുള്ള സംഭവമാണ് ഈ വ്യക്തി പട്ടണത്തിൽ വരുന്ന കാര്യം. അത്ര വലിയ റിസ്ക് എടുത്തിട്ട് ദൈവത്തിൻ്റെ അടുത്തോട്ട് വരുന്നു, യേശുവിടെ അടുത്തോട്ട് വരുന്നു. യേശുവിനോട് പറയുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുക. ഇവിടെ ഈ വ്യക്തി യേശുവിടെ അടുത്ത് വന്നപ്പോൾ യേശു അവനോട് പറഞ്ഞത് നമ്മൾ 13-ാമത്തെ അധ്യായം വായിച്ചാൽ അതിലെ അറിയാൻ പറ്റും. യേശു കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഇവിടെ യേശുയുടെ അടുത്തോട്ട് വന്നപ്പോൾ ആരും ഈ വ്യക്തിയെ തൊട്ടില്ല. ആൾക്ക് ഈ ഒരു അസുഖം, ഒരു രോഗം വന്നപ്പോൾ ആൾക്ക് ഡോക്ടറുടെ അടുത്ത് പോകാൻ പറ്റത്തില്ല, ആർക്ക് വലിയ ആൾക്കാരുടെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല, ആളുടെ സ്വന്തക്കാരുടെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല, ആളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അവരാരും ഇങ്ങോട്ട് ആളുടെ അടുത്തും വരുന്നില്ല. ഒരു സഹായം ചെയ്യാനോ ഒരു സൗഖ്യം തരാനോ ഒരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാനോ ഒരു മരുന്ന് മേടിച്ച് തരാനോ അവിടെ ഒരു സഹായമില്ലാതെ ചിലപ്പോൾ ആ പട്ടണത്തിൽ ആളുടെ വീട് കാണും, ആളുടെ കുടുംബം കാണും, ആളുടെ ചിലപ്പം വൈഫും പിള്ളേരും കാണും, അച്ഛനും അമ്മയും കാണും. ഇവരെല്ലാവരും ആ പട്ടണത്തിൽ കാണും. പക്ഷെ ഈ വ്യക്തിക്ക് ആ പട്ടണത്തിൽ പോകാൻ പറ്റത്തില്ല, ആ പട്ടണത്തിൻ്റെ അടുത്തോട്ട് വരാൻ പറ്റത്തില്ല, ഫാമിലിയെ കാണാൻ പറ്റത്തില്ല, ഒരു ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഡോക്ടറുടെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു സൗഖ്യം പ്രാപിക്കാൻ ഒരു വഴിയോ വാതിലോ ഒന്നുമില്ല. ആ വ്യക്തി അറിഞ്ഞു യേശു അവിടെ വന്നു. അപ്പം ഈ വ്യക്തി യേശുയുടെ അടുത്ത് വന്നിട്ട് യേശുവോട് പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുക. അപ്പം യേശു എന്തുവാ ചെയ്തേ? യേശു കൈ നീട്ടി അവനെ തൊട്ടു. അപ്പം ഇവിടെ നോക്കണേ, ആരും തൊടാത്ത ഭാഗത്ത്, ആരും അടുത്ത് വരാത്ത അവസ്ഥയിൽ നിൽക്കുന്ന
ആ സ്ഥാനത്ത് യേശു അടുത്തോട്ട് വന്നു. യേശു അടുത്തോട്ട് വന്നിട്ട് ആ വ്യക്തിയെ തൊട്ടു. ആ വ്യക്തിയെ തൊട്ടിട്ട് ഉടനെ സൗഖ്യം കൊടുത്തു. അപ്പോൾ ആ വ്യക്തിക്ക് ഉടനെ അങ്ങ് സൗഖ്യം കിട്ടി. പക്ഷേ ഇവിടെ ആരും തൊടാത്ത അവസ്ഥയിൽ ദൈവം വന്നിട്ട് തൊട്ടു. ദൈവം തൊട്ടപ്പോൾ ഈ വ്യക്തിക്ക് സൗഖ്യം കിട്ടി. യേശു പറയുന്നുണ്ട്, എനിക്ക് മനസ്സുണ്ട്. ഈ കേൾക്കുന്ന ജനങ്ങൾക്ക് കുറേ വിഷയങ്ങൾ കാണും, ആർക്കും ആരോടും പറയാത്ത വിഷയങ്ങൾ, അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് രോഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഒന്നും മാറുന്നില്ല. ഡോക്ടറുടെ അടുത്ത് പോകുന്നുണ്ട്, വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് പോകുന്നുണ്ട്. അവർക്ക് കടം കാണും, അവർക്ക് ബുദ്ധിമുട്ട് കാണും, അവരുടെ ബിസിനസ് ഡള്ളായിരിക്കും, അവർക്ക് ജോലി ഇല്ലായിരിക്കും, നല്ല ശമ്പളം ഇല്ലായിരിക്കും, പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പക്ഷേ ഏത് വിഷയമാണെങ്കിൽ ദൈവം നിന്നെ തൊട്ട, ദൈവം നിൻ്റെ വിഷയത്തെ തൊട്ട, ദൈവം നിൻ്റെ ശരീരത്തെ തൊട്ട, ദൈവം നിൻ്റെ വീടിനെ തൊട്ട, ദൈവം നിൻ്റെ കുടുംബത്തെ തൊട്ട, അവിടെ വിടുതൽ നടക്കും, അവിടെ സൗഖ്യം നടക്കും. ദൈവം പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ആഗ്രഹം ഉണ്ട്. ദൈവത്തിന് ആഗ്രഹമുണ്ട് നിനക്ക് സൗഖ്യം തരാൻ. ദൈവത്തിന് ആഗ്രഹമുണ്ട് നിനക്ക് വിടുതൽ തരാൻ. ദൈവത്തിന് ആഗ്രഹമുണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ. ദൈവത്തിന് ആഗ്രഹമുണ്ട് നിന്നെ സൗഖ്യമാക്കാൻ. പക്ഷെ നീ എന്തുവാ ചെയ്യുന്നത്? നിനക്ക് എന്തുവാ ചെയ്യേണ്ടിയത്? നിങ്ങൾ എന്തുവാ ചെയ്യേണ്ടിയത്? നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തോട്ട് വരണം. ആ കോടിയായ വ്യക്തി അല്ലെങ്കിൽ ആ കുഷ്ഠരോഗിയുള്ള വ്യക്തി യേശുയുടെ അടുത്തോട്ട് വന്നു. അതുപോലെ നീയും നിൻ്റെ വിഷയമായിട്ട്, ചെറിയ വിഷയമാണോ വലിയ വിഷയമാണോ, ദൈവത്തിൻ്റെ അടുത്തോട്ട് വരണം. ആ വിഷയം ദൈവത്തോട് പറയണം. ദൈവം അതിൽ പ്രവർത്തിക്കും. ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നു നിൻ്റെ വിഷയത്തെ ഒന്ന് തൊടാൻ. ദൈവം ആഗ്രഹിക്കുന്നു നിന്നെ ഒന്ന് തൊടാൻ. നീ ഒന്ന് അടുത്തോട്ട് വന്നാൽ മതി. നീ ഒന്ന് ദൈവസന്നിധിയിൽ വന്നാൽ മതി. നീ ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. ഈ കുഷ്ഠരോഗി ദൈവത്തിൻ്റെ അടുത്തോട്ട് വന്ന് വീണു, ഭിക്ഷക്കാരുടെ പോലെ കമന്ന് വീണു. ദൈവത്തോട് പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ. ദൈവത്തിന് മനസ്സുണ്ട്, അതുകൊണ്ടാണ് ആ പട്ടണത്തിൽ വന്നത്. ദൈവത്തിന് മനസ്സുണ്ട്, അതുകൊണ്ടാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. ദൈവത്തിന് മനസ്സുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇനി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. ദൈവത്തോട് നിങ്ങൾ പറയണം, ദൈവമേ എന്നെ ഒന്ന് തൊടയണമേ, എൻ്റെ കുടുംബത്തെ ഒന്ന് തൊടയണമേ, എൻ്റെ ശരീരത്തെ ഒന്ന് തൊടയണമേ, എൻ്റെ വീടിനെ ഒന്ന് തൊടയണമേ, എൻ്റെ ബിസിനസ്സിനെ ഒന്ന് തൊടയണമേ, എൻ്റെ കൊച്ചുങ്ങളെ ഒന്ന് തൊടയണമേ, എൻ്റെ ഭാര്യയെ ഒന്ന് തൊടയണമേ, എൻ്റെ മാതാപിതാക്കളെ ഒന്ന് തൊടയണമേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എൻ്റെ ഈശോപ്പച്ച, ഞങ്ങളെ കേൾക്കുന്ന രോഗികളായിട്ട് ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് എല്ലാം പോയി കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ജോലി ഇല്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. പുറത്തു പോകാൻ പറ്റാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോപ്പച്ച, രോഗിയായി കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇവരെല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഇവരെല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.